ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ യൂട്യൂബ് ചാനൽ തപ്പൂസ് ഗെയിമിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ഗെയിം പ്ലേ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഗെയിമിൻ്റെ പേര് റാഞ്ച് ഫാം ആൻഡ് സ്റ്റോർ സിമുലേറ്റർ എന്ന് പറയുന്ന ഗെയിമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചാനൽ പുതിയ ചാനലായതുകൊണ്ട് തന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫുൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളെ ഗെയിമിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ലാംഗ്വേജ് കൊടുക്കാൻ പറ്റുന്നുണ്ട്, ഇംഗ്ലീഷ് കൊടുക്കാം. അവിടെ ഇപ്പോൾ ട്യൂട്ടോറിയലാണ് കേട്ടോ നടക്കുന്നത്. ട്യൂട്ടോറിയലാണ്. അപ്പം ഓക്കെ, നമുക്ക് കൺട്രോൾ ഇട്ടിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മളെ കട. ഓക്കെ, നമ്മളെ സ്റ്റോർ ഇതാണ്. ഓക്കെ, നമുക്ക് ഈ ചെടി ഇനി എടുക്കാൻ പറയാണ്. ഇതെടുക്കാം. എന്നിട്ട് അവിടെ കൊണ്ട് നടണം. ഇതിനവിടെ കൊണ്ട് നടണം. ഓക്കെ, നമുക്ക് ഈ മൂലയിലിട്ട് നടാം. ഓക്കെ, ഈ മൂലയിലിട്ട് നടാം. ഓക്കെ, പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത് ഇങ്ങനെ തന്നെ കളക്ട് ആയിക്കോളും കേട്ടോ. ചെടി ഇങ്ങനെ തന്നെ കളക്ട് ആവും. നമുക്കിതിനെ എടുത്ത് അവിടെ കൊണ്ട് വയ്ക്കണം. നമ്മൾ സ്റ്റോറിൽ കൊണ്ട് വയ്ക്കണം. ഓക്കെ, ഇവിടെ കൊണ്ട് വയ്ക്കണം. ഓക്കെ, നെക്കി മതി. ഓക്കെ, വച്ചിട്ടുണ്ട്. അടുത്തിനി പെട്ടി കളയണം. പെട്ടി കളഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ. പെട്ടി കളഞ്ഞിട്ടുണ്ട്. ഇതിന് വില അടിച്ചു കൊടുക്കണം. ഓക്കെ, നമുക്ക് വയ്ക്കാം. നമുക്ക് പ്രോഫിറ്റ് 9.7 കിട്ടും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ കട വാങ്ങണം. എന്നിട്ട് നമുക്കിവിടെ ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ബില്ലടിക്കാൻ നിൽക്കുകയാണ്. ഓക്കെ, 2 പേര് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ കാക്കണം കേട്ടോ. ഓക്കെ, ഇത് ATM കാർഡാണ്. നമുക്ക് പൈസ ബാക്കി 5.40 രൂപ അവന് കൊടുക്കണം. ഓക്കെ, അടുത്തവൻ. ഓക്കെ, അവന് അത് തന്നെയാണ്. ഓക്കെ, അവന് 2.50 കൊടുക്കണം. നമുക്ക് 5.40 തന്നെയാണ്. ഓക്കെ, ലീവ് അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മളിവിടെ ലാപ്പിക്കാണ്. ഓക്കെ, പൊട്ടറ്റോ ഓർഡർ ചെയ്യാനാണ് കേട്ടോ. നമുക്ക് ഇവിടുത്തെ സാധനത്തിന് വേണ്ടി അടുത്ത പൊട്ടറ്റോ ചെടിയാണെന്ന് തോന്നുന്നു ഓർഡർ ചെയ്യുന്നു. ഓക്കെ, 5 അത് കൊടുത്തപ്പോൾ വന്ന്. ഇനി നമുക്കിതിനെടുത്ത് അങ്ങോട്ട് കൊണ്ട് വയ്ക്കാം. ഓക്കെ, അതിൻ്റെ കറക്റ്റ് സൈഡിലോട്ട് തന്നെ വയ്ക്കാം കേട്ടോ നമുക്ക്. ഓക്കെ, ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഇതിൽ നമ്മൾ വെള്ളം വിറ്റി കൊടുക്കണം കേട്ടോ. ഓക്കെ, ഇല്ലെങ്കിൽ ചെടി വാടിപ്പോവും. ഓക്കെ, നമ്മൾ വെള്ളം വെച്ച് കൊടുത്താലേ സാധനം വരുള്ളൂ. ഓക്കെ, ഈ പൊട്ടറ്റോ ഇപ്പോഴൊന്നും വളരുമെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ ചെന്ന് വീണ്ടും നിൽക്കാം. ഓക്കെ, അങ്ങോട്ട് ശരിയായില്ല, ഇരിക്കാം. ഓക്കെ, ഇപ്പോൾ ഓക്കെ. ഇനി നമുക്ക് ഇങ്ങനെയൊക്കെ 2.20 കൊടുക്കാനുള്ളത്. ഓക്കെ, ഈ ചേച്ചിക്ക് എത്രയാണ്? ഈ ചേച്ചിക്ക് 19 രൂപ 20 കൊടുക്കണം. നമുക്കിപ്പോൾ ഒരു 20 രൂപ കൊടുക്കാം. ഇപ്പോൾ നമ്മളെ കച്ചവടത്തിലൊക്കെ അതാണ്. നമുക്ക് 20 രൂപ കൊടുത്തിട്ടുണ്ട് ചേച്ചിക്ക്. ഓക്കെ, നമ്മൾ ലെവലപ്പായി കേട്ടോ. നമ്മൾ 2 ലെവലായി. ഓക്കെ, നമുക്ക് കോഴി കിട്ടി. കോഴി കിട്ടി. അപ്പോൾ നമ്മളെല്ലാം പറഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. നമ്മളിവിടെ നിന്ന് കാണിക്കുന്നുണ്ട്. ഇതെടുത്തുകൊണ്ട് പോയി അവിടെ തന്നെ കൊണ്ട് വയ്ക്കാനാണ്. വീണ്ടും കൊണ്ട് വയ്ക്കാനാണ്. സ്റ്റോക്ക് ചെയ്യുമ്പോൾ വീണ്ടും കൊണ്ട് വയ്ക്കാനാണ് പറയുന്നത്. ഓക്കെ, പൈസ നമ്മൾ നേരത്തെ ഏതായതുകൊണ്ടാണ് അതുകൊണ്ട് കളയുന്നത്. ഇനി എടുത്ത് കാണിക്കുന്നുണ്ട്. നമുക്കൊരു പൊട്ടാറ്റോ കൊണ്ട് വയ്ക്കുക. ഒരു 2 വളം സെറ്റായിരുന്നു. എനിക്കിത് കൊണ്ട് വയ്ക്കാം. ഓക്കെ, അത് വെച്ചിട്ടുണ്ട്. ഇനി പൈസ കൊടുക്കണം. നമുക്ക് പൈസ ആ റേഞ്ചിന് നേരത്തെ അതേ റേഞ്ച് തന്നെ വയ്ക്കാം. ഓക്കെ, അടുത്ത് നമുക്ക് നിൽക്കുന്ന മുമ്പ് നമ്മുടെ സ്റ്റോറിൽ എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കാം. ഇപ്പോൾ സ്റ്റോറിൽ ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ട് കേട്ടോ. ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ട്. മുകളിൽ അനിമൽ എന്നൊക്കെ പറഞ്ഞ് കിടപ്പുണ്ട്. ഇത്രയും വെജിറ്റബിൾസ് എടുപ്പുണ്ട്. അനിമൽസ്. ഇത്രയും അനിമൽസും ഉണ്ട്. നമുക്ക് കോഴി മാത്രമാണ് കിട്ടിയത് കേട്ടോ. അനിമൽസ് ഇഷ്ടംപോലെ ഉണ്ട്. കോഴിക്ക് 75 രൂപയാണ്. നമുക്കത് ഓർഡർ ചെയ്യാം. പൈസ ഉണ്ട് കയ്യിൽ. ഓക്കെ, അതുപോലെ തന്നെ ഷെൽഫ്, മാർക്കറ്റ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇവിടേക്ക് ഇത്രയും സാധനങ്ങളുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഓരോ ലെവലൊക്കെ ആകുമ്പോൾ നമുക്കിതെല്ലാം അൺലോക്ക് ആവും. നമുക്കതെല്ലാം മേടിക്കാം. ഓക്കെ, നമ്മൾ ചോളവും ഇതും ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചോളവും കോഴിനെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ചോളമല്ല, നെല്ലാണെന്ന് തോന്നുന്നു. ആ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ബില്ലിങ് കഴിക്കാം. ഓക്കെ, നമ്മൾ അതിന് മുമ്പ് ഓക്കെ നമുക്കിത് നമ്മളെ സ്ഥലമൊക്കെ വലുതാക്കാൻ പറ്റും കേട്ടോ.
നമുക്ക് സ്ഥലം വലുതാക്കാൻ പറ്റും, നമ്മളെ കൗണ്ടർ വലുതാക്കാൻ പറ്റും. അങ്ങനെ കുറേ നല്ല നല്ല കാര്യം നമുക്കിതൊക്കെ ചെയ്യാം കേട്ടോ. കുറച്ച് ലെവലാകുമ്പോൾ നമുക്കിതൊക്കെ ചെയ്യാം. ഓക്കെ, വേണ്ട കോഴി ഫാമും ഒക്കെ നമ്മളെ സ്ഥലങ്ങളെല്ലാം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഫാം, ഓക്കെ, മാർക്കറ്റ് എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിവിടെ വയ്ക്കാം. ഓക്കെ, അവരെല്ലാം കൂടെ പറഞ്ഞു വിടാം കേട്ടോ. എല്ലാം പൈസ കൊടുത്ത് വിടാം. ഒക്കെ എല്ലാവരും വിട്ടിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഇനി നമ്മൾ സാധനങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. കോഴിയൊക്കെ അവിടെ വന്നിട്ടുണ്ട്. നമുക്കതിന് നെല്ലിവിടെ കൊണ്ടുവയ്ക്കാം. ഓക്കെ, അതിവിടെ വയ്ക്കാം. ഓക്കെ ഓക്കെ, നമുക്ക് ഈ കോഴി എടുക്കാം. കോഴി കൂടെ അടക്കം വരുന്നുണ്ട് കേട്ടോ. നമുക്കിതിനെ കൊണ്ടുവയ്ക്കാം. ഇതിനെ ഇവിടെ ആയിട്ട് വയ്ക്കാം. കറക്റ്റ് സ്ഥലത്തോട്ട് വെച്ച് വയ്ക്കാം. തിരിച്ച് വയ്ക്കാം കേട്ടോ. തിരിച്ചാൽ മൂലോട്ട് ചേർത്ത് വയ്ക്കാം. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിന് നമുക്കിതാണ് ചെറിയ കിടക്കുന്നത്, അതാണ് കേട്ടോ കൊടുക്കുന്നത്. നമ്മൾ ആദ്യം വെച്ചത് അതാണ് അതിന് കൊടുക്കാനുള്ളത്. എനിക്ക് സാധനം ഇത് കൊടുക്കുമ്പോൾ അത് എന്തൊരു മുട്ട തരുമായിരിക്കും. മുട്ടയ്ക്ക് വേണ്ടി നമുക്ക് വയ്ക്കാം. ഓക്കെ ഓക്കെ, മുട്ടയാണ് കേട്ടോ. അതുകൊണ്ട് കളഞ്ഞിട്ടുണ്ട്. ഇത്രയും മുട്ടയുണ്ട്. ഇത് നമുക്ക് അവിടെ കൊണ്ട് വയ്ക്കാം. ഇത് സൈഡിലെ ഇഷ്യൂസാണ് കേട്ടോ വയ്ക്കാനുള്ളത്. ഓക്കെ, അത് വയ്ക്കാം. ഇതുകൊണ്ട് കളയാം നമുക്ക്. എന്നിട്ട് നമുക്ക് അടുത്ത് വീണ്ടും കൗണ്ടറിലിരിക്കാം. ഈ ആളുകളെല്ലാവരും നമുക്ക് പറഞ്ഞു വിടാം കേട്ടോ. നല്ല പൈസ ഉള്ള ബാഗാണ്. തോൾ സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. ഓക്കെ, കൊടുക്കാം. നമ്മൾ അടുത്ത ലെവലായി. നമ്മൾ 3 ലെവലായിട്ടുണ്ട്. 3 ലെവലിലായിട്ടുണ്ട്. നമുക്ക് 3 ഫ്രൂട്ടുകൾ അൺലോക്ക് ആയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് വായിച്ച് നടണം. ഓക്കെ ഓക്കെ, ATM-ആണ്. നമുക്ക് എല്ലാവരും പറഞ്ഞു വിടാം കേട്ടോ. അതിനു മുമ്പ് നമുക്ക് ആ സാധനങ്ങൾ ഇപ്പം അൺലോക്കായ സാധനങ്ങളൊക്കെ നോക്കാമെന്ന്. ഇപ്പം അൺലോക്കായത് ഈ 3 എണ്ണമാണ് കേട്ടോ. ഓക്കെ, ഇതെല്ലാം ഓരോ ഓർഡർ ചെയ്യാൻ പൈസ, എല്ലാം ഓർഡർ ചെയ്യാൻ പൈസ ഇല്ല കേട്ടോ. ഓക്കെ, ആപ്പിൾ വിട്ട് ബാക്കി ക്യാരറ്റും ഉള്ളിയൊക്കെ ഓർഡർ ചെയ്യാനുള്ള പൈസ ഉണ്ടായിരുന്നു. നമുക്ക് അവരെല്ലാവരും പറഞ്ഞു വിടാം അപ്പോഴേക്കും. ഓക്കെ, ഡേ ആവാറായി, നൈറ്റ് ആവാറായി. ഓക്കെ, ഡേ എൻ്റെ ആവാറായി. ഓക്കെ, അതിനു മുമ്പ് നമ്മൾ സാധനം വന്നിട്ടുണ്ട്. നമുക്ക് ക്യാരറ്റും കൂടെ ഓർഡർ, ആപ്പിളും കൂടെ ഓർഡർ ചെയ്യാം. ഓക്കെ, ആപ്പിളും ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും നാളെ രാവിലെയൊക്കെ ആകുമ്പോൾ വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഡേ എൻഡ് ചെയ്യാം. ഓക്കെ, പിറ്റേ ദിവസം ആയിട്ടുണ്ട്. ഓക്കെ, നമ്മളെ ഉള്ളി നമുക്ക് ഇവിടെ കൊണ്ട് നടാം. ഉള്ളി ചേർത്തപ്പോഴത്തെ നട്ട് വയ്ക്കാം. ഓക്കെ, അടുത്ത് നമ്മളെ ക്യാരറ്റ് വന്നിട്ടുണ്ട്. ആപ്പിൾ ഉടനെ വരുമോ? ഇല്ല, ആപ്പിൾ ടൈം എടുക്കും. മുകളിൽ അവിടെ കാണിക്കും. ഓക്കെ, അപ്പോൾ നമുക്കടുത്ത് ഇവിടെ സാധനങ്ങളൊക്കെ കൊണ്ടു അത്യാവശ്യമുണ്ട്. നമുക്ക് ഇതൊക്കെ ആദ്യം കൊടുത്തേക്കാം. ഇവിടെ ഇരിക്കാം. ഓക്കെ, നമ്മൾ കട തുറന്നില്ലായിരുന്നു കേട്ടോ. കട ക്ലോസ്ഡായിരുന്നു. അവിടെ ഇരുന്ന് കാര്യമില്ല. അപ്പോൾ ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്താൻ നമുക്ക് വരൂ നല്ല കച്ചവടം, നല്ല സാധനങ്ങളുള്ള ഫ്രഷ് സാധനങ്ങൾ മാത്രമുള്ള കടയാണ്. എല്ലാവരും വരും. ഇവിടെയൊക്കെ കുറേ ഇതൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ഇതുവരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് നമുക്ക് ഇങ്ങോട്ടൊക്കെ വരാം, എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ ഓക്കെ, നമുക്ക് അടുത്ത് കൗണ്ടറിൽ വന്നിരിക്കാം. ഓക്കെ, ഈ സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ആളുകൾ. ഓക്കെ, നമുക്ക് മുട്ടയൊക്കെ എടുത്തിട്ടുണ്ട് നമ്മളെ മുട്ട. ഓക്കെ, നല്ല ലാഭം കൊണ്ടിപ്പോൾ നമുക്ക് ഈ ചേച്ചിക്ക് എല്ലാം കൊടുക്കാൻ കേട്ടോ. നമുക്ക് നേരത്തെ പോലെ പൈസ തരുന്നവർക്ക് നമുക്ക് കുറച്ച് അങ്ങോട്ട് കൂടുതൽ തരും കേട്ടോ. ഓക്കെ ഓക്കെ, നമുക്ക് ഇനി വേറെ നല്ല കയ്യിലുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ച് നമ്മൾ നമുക്കിനി ഈ ആപ്പിൾ ഇവിടെ വന്നു. നമുക്ക് സാധനങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, ആപ്പിൾ വന്നിട്ടുണ്ട് കേട്ടോ. ആപ്പിൾ വന്നിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിച്ചില്ല നേരത്തെ അങ്ങോട്ട് പോയപ്പോൾ. അത് കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ വേണം. ഓക്കെ, പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അറ്റിനുണ്ട്. ഓക്കെ, നമ്മൾ കടയിൽ വേറെ സാധനങ്ങളൊന്നുമില്ല. നമുക്ക് ഇതിനടുത്ത് വേറെ എന്തെങ്കിലും നോക്കാറുണ്ടോ? നമുക്കൊരു ടൊമാറ്റോ വാങ്ങുന്നത് വെച്ചാൽ കോഴിക്ക് അതാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ അതിന് ഭയങ്കര ഇത് വരും, കഷ്ടതയുണ്ട്. ഓക്കെ, നമുക്കെല്ലാം വെച്ചിട്ടുണ്ട്. തിരിച്ച് വന്നെല്ലാം സ്റ്റോക്ക് ചെയ്യണം കേട്ടോ. ഇത് പട്ടതായിരുന്നു കേട്ടോ. നമുക്ക് വെള്ളം വീത്തണം. വേറെ എന്തെങ്കിലും വെള്ളം വീത്താണ്ടോ? ഇല്ല, ഇതിന് രണ്ടിനും വെള്ളം വീത്താണ്ട് കേട്ടോ. ഇതിന് നമുക്ക് വെള്ളം വീത്താം, ഇതിന് വെള്ളം വീത്താം, ഇതിന് വെള്ളം വീത്താം. ഓക്കെ, രണ്ടിനും വെള്ളം വീത്തിയിട്ടുണ്ട്.
ഓക്കെ നമുക്കിനി അടുത്ത് നിൽക്കാം. അതൊക്കെ അടുത്ത ചെടി വരെ ഇവിടെ നിൽക്കാം. ഓക്കെ അല്ലെങ്കിൽ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വന്നാലോ ഗൈസ്? അപ്പോൾ നമുക്ക് എല്ലാം പോയി നോക്കിയിട്ട് വരാം. ഇത് ഇവിടെയാണ് കേട്ടോ നമ്മൾ മില്ല് ഐറ്റംസ് എല്ലാം വയ്ക്കുന്നത്. ഇവിടെ മില്ല് ഐറ്റംസ്, ഇവിടെ ഫാം ഐറ്റംസ്, അങ്ങനെയല്ല. ഓക്കെ ഇവിടെ എന്താ, ഇവിടെ ATM ഉണ്ട് കേട്ടോ. ഓക്കെ അത് പരസ്യം കാണുന്ന സെറ്റപ്പാണ്. ഞാൻ നിന്നത് ആടിലേക്ക് പോയി. ഇവിടെയൊന്നും വേറെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ കുറച്ച് വീടുകളൊക്കെയാണുള്ളത്. ഇവിടെ കുറേ കാറൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഇത് 30 ലെവലിലാകുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനമാണ് കേട്ടോ. ഇതൊക്കെ നമ്മളെ ഏരിയയാണ്. ഇതൊക്കെ നമുക്ക് കിട്ടും. ഇവിടെയൊക്കെ എന്തെങ്കിലും ബിസിനസ്സിൻ്റെ ഇതൊക്കെ ആയിരിക്കും നമ്മളിങ്ങനെ. ഇവിടെ നമുക്ക് വീടുണ്ട് കേട്ടോ. ഫോർത്ത് അതും 20,000 രൂപയാണ് കേട്ടോ വീടിന്. 20,000 രൂപയാണ്. നമുക്ക് ഇപ്പം ബജറ്റില്ല. നമുക്ക് ഫണ്ടൊക്കെ സെറ്റ് ആകുമ്പോൾ എപ്പോഴെങ്കിലും വാങ്ങാം. നെക്സ്റ്റ് പാർട്ടുകളൊക്കെ വാങ്ങാൻ പറ്റുമായിരിക്കും. ഇത് 32 ആകുമ്പോൾ ഇത് കുതിര ഫാമാണെന്ന് തോന്നുന്നു കേട്ടോ. 32 ലെവലാകുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. ഇവിടെ ഒരു ഇതുണ്ട്, ട്രക്കുണ്ട്. ഓക്കെ റൈഡ് മീൻ എഴുതിയിട്ടുണ്ട്. ഇതും പരസ്യം കാണുന്ന സെറ്റപ്പ് തന്നെയാണ്. ഓക്കെ ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട്. ഈ വീടൊക്കെ വാങ്ങാൻ പറ്റുമോ? ഇല്ല കേസ്, ഇതൊക്കെ ചുമ്മാ വെച്ചേക്കുന്നതാണ്. ഓക്കെ പിന്നെ അവിടെ വേറെ ഒന്നുമില്ല. നമുക്കപ്പോൾ തിരിച്ച് നമ്മളെ സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഓക്കെ നമ്മളാ ഏറിയ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഇതെല്ലാം ഓക്കെയാണ്. നമുക്കിതവിടെ വന്നിട്ടുണ്ട്. ഇതെടുത്ത് നട്ട് വയ്ക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതും കൂടെ ആയിട്ട് നമുക്ക് എല്ലാം കൂടെ കൊണ്ടുവച്ച് ഒരു വലിയ സെയിൽ നടത്താം കേട്ടോ. എല്ലാ സ്റ്റോക്കും അത് കൊണ്ടുവച്ചിട്ട് സെയിൽ നടത്താം. ഓക്കെ നമ്മുടെ കോഴിയുടെ അവിടെ ഒന്നുമില്ല. ഒരു മുട്ട പോലും വെച്ചിട്ടില്ല അവർ. ഇത് ഇവിടെ നിന്ന് ചെറിയ എടുത്തുകൊണ്ട് പോവാം. ആയിക്കോളും അവിടെ നിന്നുകൊണ്ട്. അതിന് നമ്മൾ അകത്തുകൊണ്ട് വയ്ക്കാം. കോഴിയുടെ കൊണ്ട് വയ്ക്കാം. മറ്റേ എടുക്കാം. ഓക്കെ അത് കഴിഞ്ഞ് ക്യാരറ്റ് പൊട്ടാറ്റോ കൊണ്ട് വയ്ക്കാം. പൊട്ടാറ്റോ വയ്ക്കാം. കട നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ ചേച്ചി. ഇപ്പം അലോടല്ല, നമ്മൾ കട ക്ലോസ് ചെയ്ത് വെച്ചുകൊണ്ടാണ്. ആളുകളൊക്കെ വന്നിട്ടുണ്ട് അതിനിടയ്ക്ക്. ഓക്കെ നമുക്കിനി നെല്ലും കൂടെ കൊണ്ടങ്ങോട്ട് വയ്ക്കാം. നെല്ലല്ലേ ഇത്? നെല്ല് തന്നെ ചേച്ചി. ഇത് നമുക്ക് അവിടെ കൊണ്ട് വയ്ക്കാം. ഓക്കെ അങ്ങനെ എല്ലാ സ്റ്റോക്കും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിനും നമുക്ക് വില കൊടുക്കാം. ഓക്കെ എല്ലാത്തിനും ഒരു കോയിൻ കളഞ്ഞാൽ ഫുൾ വില കൊടുക്കാം. ഒരു ബിഗ് സെയിലാണ് നമ്മൾ നടത്താൻ പോകുന്നത്. ഫുൾ പൈസ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ഇനി ബാക്കിയെല്ലാം നമുക്ക് അപ്പോൾ അവിടെ കൊണ്ട് സ്റ്റോക്ക് ചെയ്യാൻ വയ്ക്കാം. ഓക്കെ ഇവിടെ ആയിട്ട് വല്ല കൊണ്ടങ്ങ് വയ്ക്കാം കേട്ടോ. നമുക്കിത് കഴിഞ്ഞിട്ട് തീരുമ്പോൾ എടുത്തങ്ങ് വച്ചാലില്ല, തിരിച്ചങ്ങ് പോകണ്ട. ഓക്കെ നമുക്ക് എല്ലാം കൊണ്ട് വയ്ക്കാം. ഒരു കേസ് ഇവിടെ നമുക്കിതുണ്ട് കേട്ടോ. ഇവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ട്. അത് 14 ലെവൽ കഴിയുമ്പോൾ അൺലോക്ക് ആവുള്ളൂ. അപ്പോൾ നമ്മൾ 14 ലെവൽ ആവാത്തതുകൊണ്ട് തന്നെ ആയിട്ടുണ്ട്. നമ്മളിതെല്ലാം വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പോൾ വെള്ളം വിറ്റാൽ ഇനി ഇത് പ്രൊഡക്ഷൻ ചെയ്യുള്ളൂ. അപ്പം നമ്മളതിലാണെങ്കിൽ അതിന് മാത്രം പൈസ ഇല്ല. നമ്മളെല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ നമുക്ക് ഈ തടി കൊണ്ട് കളഞ്ഞിട്ട് വരാം. ഓക്കെ ഇനി ചിക്കൻ മുട്ട ഫുള്ള് നമുക്ക് അവിടെ കൊണ്ട് വയ്ക്കാം. മുട്ട കൊണ്ട് വെച്ച് ഫുള്ള് നമ്മളിവിടെ കുറച്ച് സ്റ്റോക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും സ്റ്റോക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ ഇനി ഇതുകൊണ്ട് കളഞ്ഞാലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേസ്. ഇതിവിടെ തന്നെ ഇട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ ഇത് ചെയ്തിട്ടുണ്ട്. അടുത്ത മുട്ട സ്റ്റോക്ക് എടുക്കാൻ വന്നതാണ്. അത് കളഞ്ഞ് അടുത്ത മുട്ട സ്റ്റോക്ക് എടുക്കാൻ വന്നതാണ്. ഈ മുട്ടയെ നമുക്ക് മറ്റേതിൻ്റെ കൂടെ സ്റ്റോക്കിൻ്റെ കൂടെ ഇവിടെ ഇടാം കേട്ടോ. നമുക്ക് ഇവിടെ ഇടാം കേട്ടോ. ഇവിടെ ഇത്രയും സ്റ്റോക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ഇനി നമുക്ക് കട തുറക്കാം. കൗണ്ടറിലേക്കാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഓക്കെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. പൈസ കൊടുക്കണം. നമുക്കിപ്പം ഈ സ്റ്റോക്ക് തീരും വരെ നമുക്കിവിടെ നനങ്ങാതെ നിന്ന് എല്ലാം സെയിൽ ചെയ്യാൻ കേട്ടോ. അത് നല്ല ബഡ്ജറ്റ് കിട്ടും. ഓക്കെ നമ്മളങ്ങനെ എല്ലാം സെയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടത്തുള്ള എല്ലാം തീർന്നിട്ടുണ്ട്. ഇവിടെ തീർന്നിട്ടുണ്ട്. നമ്മൾ സ്റ്റോക്ക് ഇവിടെ വച്ചിരുന്നത് തീർന്നിട്ടുണ്ട്. അത് പോരാഞ്ഞിട്ട് നമ്മൾ 5 ലെവലായി കേസ്. അവിടെ നമ്മൾ 5 ലെവലായിട്ടുണ്ട് കണ്ട. അതുപോലെ തന്നെ 523 രൂപ നമ്മുടെ കയ്യിലുണ്ട്. ഇത്രയും സെയിൽ ചെയ്തപ്പോഴാണ് ഉണ്ടായത്. പിന്നെ നമ്മൾ എന്തൊക്കെ 5 ലെവലായപ്പോൾ നമുക്ക് ആഡായിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ അവിടെ മുറിച്ചിട്ടുണ്ടാണ് കേട്ടോ. ഓക്കെ നമുക്കൊരു ഗ്രൈൻഡറും ഹാൻഡ് പമ്പ് അങ്ങനത്തെ 2 സാധനങ്ങളായിട്ടുണ്ട്. 2 നമുക്ക് ഓർഡർ ചെയ്യാം. ആവശ്യത്തിന് പൈസ കയ്യിലുണ്ട്. 2 ഓർഡർ ചെയ്യാം. പിന്നെ നമുക്ക് ഈ ചെടികളെല്ലാം വെള്ളം വിത്താം. ചെടികളെല്ലാം ഓക്കെ നമുക്ക് വീണ്ടും ചെടികൾ പ്രൊഡക്ഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ നമുക്ക് എല്ലാത്തിനും നമ്മൾ വെള്ളം വിത്തി കൊടുത്തിട്ടുണ്ട്. ഓക്കെ എല്ലാ ചെടിയും പരിധിയിലായി കേട്ടോ. ഓക്കെ നമുക്ക് ഇവിടെ നിൽക്കാം.
ഓക്കെ, നമുക്ക് പിന്നെ ഒരു ഇതും കൂടെ ബീറ്റും കൂടെ പൊട്ടറ്റോയും കൂടെ ഓർഡർ ചെയ്യാം കേട്ടോ. എന്ന് വെച്ചാൽ ഇത് രണ്ടും ആണ് നമുക്ക് മില്ലിൻ്റെ ആവശ്യത്തിനുള്ളത്, പൊടിക്കുന്ന ഗ്രൈൻഡറിൻ്റെ ആവശ്യം ഇത് രണ്ടുമാണ്. അപ്പോൾ രണ്ടും നമുക്ക് എടുക്കാം, രണ്ടും ഓർഡർ ചെയ്യാം കേട്ടോ. രണ്ടും ഓർഡർ ചെയ്യാം. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും പൊടിക്കുന്ന ഐറ്റംസ് ഉണ്ടോ? ഇല്ല എന്ന് തോന്നുന്നു കേസ്, ഇല്ല. നമുക്ക് രണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്കിവിടെ ഒന്നും വേറെ ഒന്നും ഇല്ലല്ലോ. ഓക്കെ, നമ്മളെ കടയൊക്കെ അപ്പോൾ കുറച്ചുകൂടെ പുരോഗമിച്ച് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് കട ക്ലോസ് ചെയ്യാൻ സമയമായി, ക്ലോസ് ചെയ്യാം. ഓക്കെ, ഡേ എൻഡ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്, രാത്രി ആയിട്ടുണ്ട്. നമ്മൾ ഓരോ സാധനങ്ങളായിട്ട് വന്നു തുടങ്ങി കേട്ടോ. ഇതൊക്കെ ഇവിടെ വന്നു തുടങ്ങി. ഇവിടെ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു, നേരത്തെ പറയാൻ വിട്ടുപോയി. നമ്മൾ കടയ്ക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി വന്നതിന് ആളെ വിളിക്കുക അയാൾ. നമ്മൾ കട തുറക്കുമ്പോൾ അയാൾ വരും. വരുമെന്ന് അയാൾ കാണാൻ വിട്ടാൽ ഡേ എൻഡ് ചെയ്ത് പിറ്റേ ദിവസമായിട്ടുണ്ട്. അപ്പോൾ കട തുറക്കുമ്പോൾ നമ്മൾ സ്റ്റോക്ക് വയ്ക്കുമ്പോഴായിരിക്കും അയാൾ വരുന്നത് കേട്ടോ. ഞാൻ വരുമ്പോൾ ഞാൻ കാണിച്ചത്, നേരത്തെ പറയാൻ വിട്ടുപോയി ഞാൻ. അപ്പം 5 ലെവലായപ്പോൾ കിട്ടിയാണ്. ഓക്കെ, നമുക്ക് ഇവിടെ വയ്ക്കാം. ഇങ്ങനെ വയ്ക്കാം, അല്ലാണ്ട് ഇത് കൊള്ളൂല. ഇങ്ങനെ വയ്ക്കാം, അതിലോട്ട് ചേർത്ത് വയ്ക്കാം. ഓക്കെ ഓക്കെ, നമുക്ക് അടുത്ത സാധനം അവിടെ വന്നിട്ടുണ്ട്. നമുക്കിത് വയ്ക്കാം. ഇത് തിരിച്ച് വയ്ക്കണം. ഓക്കെ, ഇതിൻ്റെ തിരിച്ച് ഓക്കെ, നമുക്ക് ചേർത്ത് തന്നെ വയ്ക്കാം. എന്നുവെച്ചാൽ ബാക്കി സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ വയ്ക്കണം കേട്ടോ നമുക്ക്. ഓക്കെ, അതവിടെ ഇപ്പോൾ എന്താണത്? ഓക്കെ, ഇത് വെള്ളം വയ്ക്കുന്ന സാധനമാണ് കേട്ടോ. ബോട്ടിലിൽ ഇനി അത് തന്നെ വെള്ളം ആയിക്കോളും. ഓക്കെ, അതവിടെ പൊട്ടാറ്റോ എല്ലാം ഫുള്ളായിട്ട് ഇരിപ്പുണ്ട്. ഒരു ക്യാരറ്റ് പൊടിക്കാൻ പറ്റുമോ? ഒരു ക്യാരറ്റ് പൗഡർ ഉണ്ടാക്കാം, പൊടിക്കാൻ പറ്റും? ഇല്ല കേട്ടോ, ക്യാരറ്റ് പൊടിക്കാൻ പറ്റില്ല നമുക്ക്. സ്റ്റോക്കാക്കി പിന്നെ വയ്ക്കാം, കയ്യിലെടുത്ത് സ്റ്റോക്കാക്കി വയ്ക്കാം ഇത്. ഓക്കെ, നമുക്കത് കളയാം. അടുത്ത സാധനങ്ങൾ ഓരോന്നായിട്ട് വയ്ക്കാം. ഇത് കൊണ്ട് വയ്ക്കണം. ആ ഇത് കൊണ്ട് വയ്ക്കാം. അടുത്ത് നമുക്ക് അടുത്ത സാധനം വന്നു കേട്ടോ. ഇത് അപ്പുറത്ത് നട്ട് വയ്ക്കാം. ഓക്കെ, ആ സൈഡ് ചേർക്കണം വേണം. ഓക്കെ, അടുത്ത് നമുക്ക് ആപ്പിൾ എടുത്തുകൊണ്ട് പോകണം. ആപ്പിൾ തന്നെ എടുക്കാം. ഓക്കെ, അയ്യോ നമ്മൾ കട അടച്ചില്ലായിരുന്നു, തുറന്നിട്ടേക്കാം. നമ്മൾ ഇതാണ് കേട്ടോ നമ്മൾ കസ്റ്റമർ. അവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കും നമ്മൾ ആളുകൾക്ക്. ഓക്കെ, നമുക്ക് സെറ്റാക്കാം. നമ്മൾ കട നേരത്തെ വീണ്ടും പറ്റിപ്പോയി നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെല്ലാം നമുക്ക് സ്റ്റോക്ക് അവിടെ കറക്റ്റാക്കാം കേട്ടോ. എല്ലാ സ്റ്റോക്കും വയ്ക്കാം കറക്റ്റ്. ഓക്കെ, നമ്മളവിടെ നിന്ന് കുപ്പിയുടെ സെറ്റപ്പ് എടുത്തായിരുന്നു, പക്ഷേ അതിവിടെ വയ്ക്കാൻ പറ്റുന്നില്ല കേട്ടോ. അവിടെ വയ്ക്കാൻ പറ്റില്ല, നമുക്ക് ഇവിടെ തന്നെ ഇടാം. ഇല്ലെങ്കിൽ കളയേണ്ടി വരും നമുക്കപ്പം. അതിനൊരു സ്റ്റോറേജ് ബോക്സ് വാങ്ങണം. ഓക്കെ, അതിനൊക്കെ 400 രൂപയൊക്കെയാണ്. നമ്മളതിന് അത്രയ്ക്ക് പൈസ ഇല്ല. നമ്മളെ അത്ര പൈസ ഇല്ലാതെ നേരത്തെ പോലെ ഒന്നുകൂടെ നിന്നാലേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് ഇത് ഇവിടെ കൊണ്ട് വയ്ക്കാം. ഓക്കെ, ഇത് ഫോട്ടോ കൊണ്ട് വെച്ചേക്കാം. ഓക്കെ, ഇത് വച്ചിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോ ഉടനെ ഇടാം നമുക്ക്. അപ്പോൾ ഗൈസ് പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ ബൈ ഗൈസ്, ടേക്ക് കെയർ.